ചേട്ടാ, കുറച്ച് കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ആചാര ലംഘനം നടക്കുകയാണ്. അത് നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് സേനയുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. എല്ലാവരും പടിയിൽ നിൽക്കുന്നു. നമ്മൾ പരമപവിത്രമായിട്ട് കരുതുന്ന ഓരോ പടിയും കയറുമ്പോൾ കെട്ട് തലയിൽ ചുവന്നാണ് നമ്മൾ ആ പടി കയറി അയ്യനെ കാണുന്നത്. അത്രയും ആചാരവും വിശ്വാസവും കൊണ്ടാണ് ഓരോ ഭക്തജനങ്ങളും 41 61 ദിവസങ്ങൾ വ്രതമെടുത്ത് കഠിന വ്രതം നടന്നും ഒക്കെ വന്നിട്ട് ആ പടിയെ മറ്റൊരു രീതിയിലാണ് ഭക്തൻ കാണുന്നത്. പക്ഷേ പോലീസ് എന്താണ് ഇങ്ങനെ ഒരു പുറംതിരിഞ്ഞു നിന്നുള്ളൊരു ആചാര ലംഘനം? പോലീസ് ശരിക്കും അവർക്കത് അറിയില്ല. ഈ 18ാം പടി എന്താണെന്ന് അറിയില്ല. സാധാരണ ക്ഷേത്രങ്ങളിലേക്ക് കയറി പോകുന്ന പടിക്കെട്ട് പോലെ അല്ല ശബരിമലയുടെ 18ാം പടി. മനുഷ്യൻ്റെ ഈ ബോധതലത്തിൻ്റെ വികാസ പരിണാമങ്ങളുണ്ട്. ഈ ബോധതലത്തിൻ്റെ വികാസ പരിണാമങ്ങളെ തടസ്സപ്പെടുത്തുന്ന ചില മാലിന്യങ്ങൾ മനുഷ്യനുണ്ട്. അത് എല്ലാ മനുഷ്യരിലും അന്തർലീനമാണ്. ഇതിനെ മാറ്റുക, ഇതിനെ തരണം ചെയ്യുക. ആ തരണം ചെയ്യേണ്ട എന്തൊക്കെയാണെന്നുള്ള സൂചനകളാണ് 18ാം പടികളിൽ. നമ്മുടെ കാഴ്ച, കേൾവി, ഗന്ധം, സ്പർശം, രുചി, പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവമുണ്ട്. ആദ്യത്തെ 5 പടി ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവങ്ങളെയാണ് പ്രദാനം ചെയ്യുന്നത്. അടുത്ത അഷ്ടരാഗങ്ങൾ, കാമം, ക്രോധം, മോഹം, ഭയം, മതം, മാത്സര്യം, ഇങ്ങനെയുള്ള അഷ്ടരാഗങ്ങൾ. അപ്പോൾ അടുത്ത 8 പടി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള മനുഷ്യൻ്റെ ഈ ബോധതലത്തിൻ്റെ വികാസ പരിണാമങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഈ അഷ്ടരാഗങ്ങളെയാണ് ഈ അടുത്ത 13 വരെയുള്ള പടികൾ ഓർമ്മപ്പെടുത്തുന്നത്. അതിനുശേഷം വരുന്നത് പ്രപഞ്ചാവിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സത്വം, രജസ്, തമസ്. ഇത് 3 കാര്യങ്ങളാണ് തീർച്ചയായും പടി. ഈ 17 പടികൾ അല്ലെങ്കിൽ 16 പടികളും കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ അവിടെ ഒരു സംശയം വരാം നമുക്ക്. ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തത്. അതാണ് അവിദ്യ. അപ്പോൾ എല്ലാ ഘടകങ്ങളെയും നമ്മളിങ്ങനെ നിർമ്മാർജ്ജനം ചെയ്ത് അതിനെയൊക്കെ ലഘൂകരിച്ച് വരുമ്പോഴും അവസാനം മനുഷ്യൻ്റെ സംശയം ഉണ്ടാകും. അതേത് പണ്ഡിതനും ഉണ്ടാകും. ഈ സംശയത്തിനെയാണ് നമ്മൾ അവിദ്യ എന്ന് പറയുക. അപ്പം 17ാമത്തെ പടി അവിദ്യയുടെ പ്രതീകമാണ്. 18ാം പടി ഈ അവിദ്യയെ മാറിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം, വിദ്യ, ഞാൻ എത്തേണ്ടടുത്ത് എത്തിയെന്നൊരു ആത്മബോധം ഉണരുകയാണ്. അപ്പോഴാണ് അവിടെ കാണുന്നത് തത്വമസി, അത് നീ തന്നെയാണ്. തീർച്ചയായിട്ടും മനസ്സിലായില്ലേ? അപ്പോൾ ഈ 18 പടികളുടെ തത്വം അറിയാത്ത പോലീസുകാരനാണ് ഈ തത്വമസി എന്ന് എഴുതിയിരിക്കുന്ന ആ ബോർഡിന് നേരെ, സാക്ഷാൽ ശ്രീ അയ്യപ്പൻ്റെ വിഗ്രഹത്തിന് നേരെ തിരിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്തത്. അവർക്ക് കേവലം ഈ ഒരു പടിക്കെട്ട് ഫോട്ടോഷൂട്ടിനുള്ള ഒരു പടിക്കെട്ടാണ്. അറിയില്ല. ചില സമയത്ത് ഇങ്ങനെ ഈ കല്യാണത്തിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ട് ഇപ്പോൾ എന്തെല്ലാം രീതിയിലാണ് ഫോട്ടോഷൂട്ട് നടക്കുന്നത്. ഇത് പോലീസും മറ്റൊരു തരത്തിലാണ് ആചാരങ്ങൾ വെച്ചിട്ടാണ് ഒരു ഫോട്ടോ ഷൂട്ടിലൂടെ നാട്ടുകാരെ അറിയിക്കുക. അത് മാതൃഭൂമികളുടെ മാതൃഭൂമി പത്രക്കാരുടെ ഒരു ഫോട്ടോഗ്രാഫറും ഉണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിൽ. പിന്നെ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഫോട്ടോഗ്രാഫറുണ്ട്. എങ്ങനെ നിൽക്കണമെന്ന് അവരെ പറഞ്ഞു കൊടുത്തു. പോലീസിൻ്റെ ഫോട്ടോഗ്രാഫറുണ്ട്. ഇത് പിറകിൽ നിന്ന് ഏതോ ഒരു വിശ്വാസിയുടെ മൊബൈൽ ക്യാമറകളുടെ വിഷ്വലാണ്. ജന്മഭൂമിയിൽ വന്നതിന് ശേഷമാണ് ഇത് വിവാദമാവുന്നത്. അല്ല, അതാണ് ഞാൻ സൂചിപ്പിച്ചതാണ്. ഏതും വിശ്വാസത്തിൻ്റെയും പുറകിലൊരു അതിൻ്റെ ഒരു തത്വമുണ്ട്. തത്വം ഉൾക്കൊള്ളാതെ, തത്വം അറിയാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഏതാണെങ്കിലും അത് ആചാര ലംഘനം തന്നെയാണ്. തീർച്ചയായും ഈ പോലീസുകാർക്ക് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ പരമോന്നതനായ തന്ത്രി, അദ്ദേഹം പോലും ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് പടിയിറങ്ങുമ്പോൾ അദ്ദേഹം ക്ഷേത്രത്തിന്, വിഗ്രഹത്തിന് അഭിമുഖമായിട്ട് ഇറങ്ങാറുള്ളൂ, പുറംതിരിഞ്ഞ് ഇറങ്ങാറുള്ളൂ. ഇങ്ങനെയാണ് 18ാം പടിക്ക് വിഗ്രഹത്തിന് അഭിമുഖമായി നിന്നുകൊണ്ടാണ് ഓരോ പടികളും തൊട്ട് തലയിൽ തല്ലിവെച്ചിറങ്ങുന്നത്. ഈ പടിപൂജ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ക്ഷേത്രത്തിന് പടിപൂജ ഉണ്ടോ? പടിപൂജ നമുക്ക് ചവിട്ടിക്കയറാനുള്ള പടികൾ മാത്രമാണ്. ആ സന്നിധാനം അല്ലെങ്കിൽ ആ സ്ഥലത്തെത്താനുള്ള പടിക്കെട്ടുകൾ മാത്രമാണ്. പക്ഷെ ഇവിടെ ഒരു തത്വമാണ്, ഒരു പടി ഒരു തത്വമാണ്. അതുകൊണ്ടാണ് തത്വത്തെ പൂജിക്കലാണ് പടിപൂജ. സവിശേഷമായ പടിപൂജ നടക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൽ മാത്രമാണ്. ഇതൊരു സാമാന്യമായ അറിവാണ്. ഒരു ഭക്തൻ മാലയിട്ട് 41 ദിവസത്തെ വ്രതം നോറ്റ് അവൻ കരിമല കയറി ശരംകുത്തിയിലും പോയി അപ്പാച്ചി വീട്ടിലും പോയി ഇങ്ങനെ കടന്നു വരുമ്പോൾ അവൻ ഓരോ ഘട്ടങ്ങളും കടന്ന് അവസാനം സാക്ഷാൽ ശ്രീ അയ്യനെ കാണാൻ എത്തുമ്പോൾ അവൻ്റെ മനസ്സിൻ്റെ, അവൻ്റെ ഒരു ആത്മാവിഷ്കാരം ഉണ്ടല്ലോ, പ്രപഞ്ചം തന്നെ മനുഷ്യനെ ഏൽപ്പിച്ചു കൊടുത്ത ഒരു ബോധം ഉണ്ടല്ലോ. ആ ബോധത്തിലേക്ക് എത്തുന്ന അവസാനത്തെ 18 പടികളാണ്, 18 തത്വങ്ങളാണ്. ഈ തത്വങ്ങളെയാണ് ഇപ്പോൾ എൻ്റെ കാഴ്ച, ഞാനവിടെ അരുതാത്തൊന്നും കാണാൻ പാടില്ല.
അതുകൊണ്ടാണ് ഈ 10 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷിദ്ധമാക്കിയത്. തീർച്ചയായിട്ടും മനസ്സിലായിരുന്നു. തീർച്ചയായിട്ടും. അമ്മ എന്ന സങ്കല്പത്തിനപ്പുറത്തേക്ക് അതൊരു യുവതി എന്ന സങ്കല്പത്തിലേക്ക് നമ്മുടെ കാഴ്ചയിൽ അത് വ്യത്യാസം ഉണ്ടാവാം, കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവാം. തീർച്ചയായും. ഗന്ധം അതുപോലെയാണ്. നമ്മുടെ അതൊരു അരൂപിയാണെങ്കിലും നമ്മുടെ ഈ ബോധമണ്ഡലത്തിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിന് വിഘാതം നിൽക്കുന്ന ചില ഗന്ധങ്ങൾ വരാം. തീർച്ചയായും. ചില അയ്യപ്പ ശരണമല്ലാതെ സാക്ഷാൽ അവിടെ ആര് വന്നാൽ അയ്യപ്പനാണ്. പോലീസ് അയ്യപ്പനാണ്, എല്ലാവരും അയ്യപ്പനാണ്. ഈ അയ്യപ്പന്റെ വിളിയല്ലാതെ ശരണമെൻ്റെ അയ്യപ്പ, ശരണമെൻ്റെ അയ്യപ്പ, ഈ വിളികളൊന്നുമില്ല. അപ്പം കാഴ്ചയിലോ ശ്രവണത്തിലോ അതുപോലെ ഗന്ധത്തിലോ സ്പർശത്തിലോ ഒന്നും തന്നെ ഈ വിഘാതം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആ തത്വത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ പടിക്കെട്ടുകളാണ് ഓരോ തത്വത്തിൻ്റെയും ആ പ്രമാണങ്ങളാണ്. അതിലാണ് നമ്മൾ ചോട്ടി കയറുന്നത്. ഇതിനെല്ലാം നമ്മൾ അടിച്ചമർത്തുകയാണ്. കാഴ്ച, കേൾവി, കണ്ണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രുചി, ഇതിൻ്റെ ഇതിനെയും നമ്മൾ അടിച്ചമർത്തി ചവിട്ടി കാമം, ക്രോധം, മോഹം, ഭയം, മതം, മാത്സര്യം, ഇതെല്ലാം അവിടെ അയ്യപ്പനെന്നുള്ള ചിന്തയില്ലാതെ ഒരു മത്സരത്തിനും നമുക്ക് സ്ഥാനമില്ല. ഇതിനെല്ലാം ചവിട്ടിക്കയറി വന്ന് സത്വത്തിനെയും രജസിനെയും തമസിനെയും കടന്ന് അവിദ്യ, ഇതൊക്കെ ശരിയാണോ ഉള്ളതാണോ എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള അവിദ്യ വരാം. അവിദ്യയും തരണം ചെയ്തിട്ട് ആണ് 18-ാം പടിയിലേക്ക് കയറുക. ഇതൊന്നും അറിയില്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥർ 23 പോലീസുകാർ, ഇവിടെ SIP ക്യാമ്പിലുള്ള 23 പോലീസുകാരാണ്. അവരിപ്പോൾ മര്യാദ പഠിപ്പിക്കാൻ, ഇല്ലെങ്കിൽ ഇതെല്ലാം ആചാരം പഠിപ്പിക്കാനാണോ ഇപ്പോൾ കണ്ണൂരിലേക്ക് അവർക്കൊരു വീട്ടിൽ പോകാൻ പറ്റാത്ത രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോകുന്നു? പ്രകാശനമാണ്. ആചാരം പഠിപ്പിക്കാനല്ല, അത് പോലീസിന്റെ എല്ലാ സൈനിക പാരാമിലിറ്ററി ഫോഴ്സിനുമുള്ള ഒരു പ്രത്യേകത, അവരുടെ ശിക്ഷയാണ്. അത് തോക്ക് പിടിച്ചിട്ട് ഒരു 18 റൗണ്ട് ഓടിക്കുക, അല്ലെങ്കിൽ 20 റൗണ്ട് ഓടിക്കുക, 3 ദിവസം പിന്നെ വെയിലത്ത് പണിയെടുപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള, അത് ആചാരം പഠിപ്പിക്കലല്ല. ശബരിമലയ്ക്ക് സംവിധാനം ശരിയാകണമെങ്കിൽ കൃത്യമായ ട്രെയിൻഡ് പോലീസ് സംവിധാനമാണ് വേണ്ടത്. അതൊന്ന് വിശ്വാസമുള്ള പോലീസ് നിയമിക്കണമെന്നുള്ളതാണ്. അവിടെ മതേതരത്വ സ്ഥാപനം എന്ന് പറഞ്ഞുകൊണ്ട് ശബരിമലയുമായിട്ടോ അല്ലെങ്കിൽ ഈ ആചാരങ്ങളുമായിട്ടോ ഹിന്ദു വിശ്വാസങ്ങളുമായിട്ടോ യാതൊരു ക്ഷേത്ര സംബന്ധിയായ യാതൊരു വിശ്വാസങ്ങളും ഇല്ലാത്ത ആളുകളെ നിയമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവരുടെ ഹയർ ഒഫീഷ്യൽസ്, ഉയർന്ന ഉദ്യോഗസ്ഥർ ആ സമയത്ത് ഇല്ലായിരുന്നു എന്നാണ്. അവിടെ ഈ ശബരിമല ഉള്ള ഒരു ക്ഷേത്രം ലോകം കാണുന്ന, അല്ലെങ്കിൽ എന്ത് വേണോ എപ്പോഴും സംഭവിക്കാതിരിക്കട്ടെ, അത്തരം ഒരു ക്ഷേത്രത്തിൽ ഉദ്യോഗസ്ഥരില്ലാതിരിക്കുക, ബാക്കി സാധാ പോലീസുകൾ മാത്രം ഇങ്ങനെ നിന്ന് കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വീഴ്ചയല്ലേ? തീർച്ചയായിട്ടും വീഴ്ചയാണ്. ഇത് മുമ്പ് നടന്ന, കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആചാര ലംഘന സമയത്തും ഇത് നമ്മൾ കണ്ടതാണ്. അതെ. ഒന്നുകിൽ അവർ മനഃപൂർവ്വം മാറി നിൽക്കുക, ഇല്ലെങ്കിൽ അതിനെ അനുകൂലിക്കുക. അത് കേരളം ഭരിക്കുന്ന ഹിന്ദു വിരുദ്ധ ഗവൺമെൻറ്റിൻ്റെ, ക്ഷേത്ര വിരുദ്ധ ഗവൺമെൻറ്റിൻ്റെ, ആചാരവിരുദ്ധ ഗവൺമെൻറ്റിൻ്റെ എല്ലാം മുഖമുദ്രയാണത്. അത് ശബരിമല ക്ഷേത്രം മാത്രമല്ല, ഗുരുവായൂരിപ്പോൾ അതാണ് നടക്കുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അതാണ് നടക്കുന്നത്. ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ലക്ഷദ്വീപത്തിന് ഞാൻ വോളണ്ടിയറായിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി, വനിതാ പോലീസുകാരി അതിനകത്തിപ്പുണ്ട്. ഞാൻ അതിശയത്തോടെ ചോദിച്ചു, നീ എങ്ങനെ ഇതിനകത്ത് കയറി? അപ്പം ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് വന്നതാണ്, സെറ്റ് കൊടുത്തു. നമ്മൾ ദയവ് ചെയ്ത് എത്രയും പെട്ടെന്ന് പുറത്തു പോകും. ഇത് പുറത്തറിഞ്ഞാൽ ഇന്ന് ഈ പരിപാടികളെല്ലാം ഇവിടെ നിൽക്കും. പിന്നെ ശുദ്ധികലശം നടത്തിയതിന് ശേഷം മാത്രമേ ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് പുറത്തു പോകാൻ പറഞ്ഞു. അപ്പോൾ അവരെ നിയോഗിച്ചതാരാ? ഒരു ക്രിസ്ത്യനായിട്ടുള്ള AC ആയിരുന്നെന്ന് ഇതിലൊന്നും വിശ്വാസമുള്ള ഒരാളാണ് നിയോഗിച്ചത്. അപ്പം അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും, ഹൈന്ദവർക്ക് മാത്രം പ്രവേശനമുള്ള അമ്പലങ്ങളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗുരുവായൂരിൽ അവിശ്വാസിയായിട്ടുള്ള മുട്ടമ്പലം തമ്പി നേരത്തെ ദേവസ്വം ബോർഡ് ചെയർമാനായിട്ട് നിശ്ചയിച്ച ആളുകളാണല്ലോ. അതുപോലെ തന്നെ ഇപ്പോഴും അവിടെ ഭക്തന്മാരിടുന്ന പൈസ എടുത്തിട്ട് പൊതുമരാമത്ത് വകുപ്പിന് അല്ലെങ്കിൽ കോർപ്പറേഷന്, മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ഭഗവാനെ തിടമ്പേറ്റുന്ന ആനയ്ക്ക് ചന്ദനം തുടരുത്. ചന്ദനത്തിൽ കൃത്രിമം ഉണ്ടെങ്കിൽ അത് രാസ വസ്തുക്കൾ ചേരുന്നതാണ്. നല്ല ചന്ദനം കൊടുത്താൽ പോരെ. തീർച്ചയായും. നല്ല ചന്ദനം കൊടുക്കുന്നതിന് പകരം ആനയ്ക്ക് കുറി തൊടാൻ പാടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ തന്ത്രിക്ക് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്. എന്തിനാ? ഉദയാസ്തമയ പൂജ ചെയ്യാത്തത്. ആലോചിച്ച് നോക്കും. ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് ഹിന്ദുധർമ്മത്തിലുണ്ട്, എന്നാൽ അനാചാരങ്ങളെ എതിർക്കുന്നുമുണ്ട്. ശബരിമലയിൽ ഇപ്പോൾ മഞ്ഞപ്പൊടി, തേങ്ങ ഉരുട്ടുക, മാളികപ്പുറത്ത്, ഇത്തരം കാര്യങ്ങൾ
ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നു, തന്ത്രി കുടുംബം അത് അംഗീകരിക്കുകയും ചെയ്തു. ഇത്തരം അനാചാരങ്ങൾ എതിർക്കുന്നുമുണ്ട്. എങ്ങനെ കാണുന്നു? അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിലല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്ര, കർണാടക, അവരെവിടെ ഒരു വിഗ്രഹം കണ്ടാൽ അവിടെ കൊണ്ട് ഇങ്ങനെ ഭസ്മം ഇടുക, ചൂടം കത്തി, ഇതൊരു ശീലമാണ്. അങ്ങനെ കടന്നു എന്നാണ് വലിയ കടുത്ത സ്വാമിയുടെ അടുത്തും അതുപോലെ മാളികപ്പുറത്തും ഒക്കെ ഇത്തരത്തിലുള്ള ഈ മഞ്ഞപ്പൊടി കൊണ്ട് തൂറ്റുകയിലും വെറ്റില വറുത്തലും ഈ തേങ്ങ ഉരുട്ടലും ഒക്കെ വന്നത്. അത് വാസ്തവത്തിൽ അനാചാരമാണ്, കാലാന്തരേണ വന്നുകൂടിയ ഇതിൽ മാത്രമല്ല, പല ക്ഷേത്ര വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഒഴിവാക്കേണ്ട ചില അനാചാരം വന്ന് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നല്ലത് തന്നെയാണ്. തന്ത്രി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത്തരം ആചാരങ്ങളെ അനാചാരങ്ങളാണ്, അത് ഒഴിവാക്കേണ്ടതാണ്. പമ്പയിൽ ഇപ്പോൾ വസ്ത്രങ്ങൾ ഒഴുക്കുക എത്ര പുണ്യമായ നദിയാണ്, അവിടെ മലിനപ്പെടുകയാണ്. ഞാൻ ഉടുത്ത് മല കയറി ഇത്രയും മാലിന്യമൊക്കെ നിറഞ്ഞ പിന്നെ ഒരു വസ്ത്രത്തെ കൊണ്ട് അവസാനം പുണ്യനദിയിൽ ഒഴുക്കിയിട്ട് പോകും. ഇപ്പം പലരുടെ താല്പര്യം എന്താ, അവിടെയൊക്കെ മനസ്സിൻ്റെ തോന്നൽ എന്താ, എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നാണ്. ഈ ഉടുത്തിരുന്ന വസ്ത്രങ്ങൾ അവിടെ ഉപേക്ഷിക്കുമ്പോൾ എന്തോ ഒരു പിന്നെ എന്താ ഒരു വലിയ കാര്യം ചെയ്തു, പാപമെല്ലാം വിട്ടു സങ്കല്പത്തിലാണ്. പക്ഷെ മനസ്സിൽ നിന്നല്ലേ ശരിക്കും ഈ പാപങ്ങൾ മനസ്സിൽ നിന്നാണ്. അതാണ് ഒരിക്കൽ നമ്മുടെ അദ്ദേഹം ശ്രീരാമകൃഷ്ണദേവന്റെ ജീവചരിത്രത്തിലുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാളിങ്ങനെ ഗംഗയിൽ കുളിച്ചുകൊണ്ട് വസ്ത്രങ്ങളെല്ലാം ഊരി ഒരു മരത്തിൽ ഇട്ടിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വീണ്ടും അതേ വസ്ത്രങ്ങൾ എടുത്തെടുത്ത് ഒരുമിച്ച് പാപങ്ങളൊക്കെ പോയി എന്ന് പറയും. ഇല്ല, പാപങ്ങൾ അതിൻ്റെ കൂടെ തിരിച്ച് കുളി കഴിഞ്ഞ് വന്നപ്പോൾ പാപങ്ങളും കൂടെ കയറി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം പാപവും ഈ സങ്കല്പമൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ താല്പര്യങ്ങളാണ്. തീർച്ചയായും അത് വിശുദ്ധമാക്കേണ്ടതാണ്. അതിങ്ങനെ ബാഹ്യമായ ചില പ്രക്രിയയിലൂടെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞതുകൊണ്ടോ ആ വസ്ത്രത്തിനെ ചെയ്തുകൊണ്ടോ അങ്ങനെയല്ല. അത് നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങളിൽ കൂടി കിട്ടുന്ന ചില കാര്യങ്ങളെ നമ്മൾ നിരന്തരം ത്യജിക്കണം. അതാണ് ഗയയിലേക്ക് പോയി ബലിയിടുമ്പോൾ ഗയാശ്രാദ്ധം കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണമെന്ന് പ്രതിജ്ഞ എടുക്കേണ്ടത്. അത് ത്യാഗമാണ്. പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണം. സംശയമാണ്. അതാണ് അത് മനസ്സിന് എന്താ പറയുക, ഈ മനുഷ്യ വികാസത്തിന് അല്ലെങ്കിൽ ബോധമണ്ഡലത്തിൻ്റെ വികാസത്തിന് തടസ്സമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഉപേക്ഷിക്കലാണ്. അത് വളരെ ശ്രമകരമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ള മാനസികമായ ഒരു താല്പര്യമാണ് ഇത് വരേണ്ടത്, അല്ലാണ്ട് ബാഹ്യമായിട്ടുള്ള ഇതല്ല. പമ്പയിൽ കൊണ്ടൊഴുക്കി അതിന് തീർച്ചയായും ഇല്ല. ഇപ്പോൾ ദേവസ്വം ബോർഡ് ഈ ഒരു ആചാരലംഘനത്തിനെ വിമർശിക്കുന്നുണ്ട്. ഇവർ ഈ പല കാര്യങ്ങളും വിമർശിക്കുകയും ശരിക്കും ഈ CPM-ൻ്റെ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിലുള്ളത്. ഇതൊക്കെ എത്രത്തോളം സാധാരണ മനുഷ്യരെ നമുക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാപ്പിക്കാമെന്നല്ല, ഇതിൽ വലിയ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നുണ്ടോ ദേവസ്വം ബോർഡ്? ദേവസ്വം ബോർഡ് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് സത്യം. ഈ പമ്പാ നദിയിൽ ഒരു കമ്മീഷൻ വെച്ചു അന്വേഷണം ഒക്കെ പറയുന്നുണ്ട് ദേവസ്വം കമ്മീഷൻ. അല്ല, കമ്മീഷനെ വെച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ എന്താണ് അവർ ഈ ശാസ്ത്രീയമായിട്ടുള്ള ക്ഷേത്ര വിശുദ്ധമായിട്ടുള്ള ചൈതന്യവത്തായ ക്ഷേത്ര പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്താണ് അവർ ചെയ്തിട്ടുള്ളത്? ഒരു കാര്യം പറയും. ദേവസ്വം ബോർഡ് ഇപ്പോഴും ശബരിമലയെ കാണുന്നത് വളരെ വരുമാനമുള്ളൊരു കറവ പശുവായിട്ടാണ്. തീർച്ചയായും അവിടെ ഇപ്പം പോലീസുകാർ സർവീസ് ചെയ്യുന്നു, അതിന് കൃത്യമായി പൈസ വാങ്ങുന്നു. ഒരു പോലീസുകാരന് എത്ര 2000-ലധികം രൂപ ഒരു ദിവസം എന്ന കണക്കിന് കൃത്യമായി പൈസ വാങ്ങുന്നു. ആരോഗ്യ സേവനത്തിൽ ഏർപ്പെടുന്ന ഡോക്ടർമാർ അല്ലെങ്കിൽ ആ സേവനം അവർക്ക് പൈസ വാങ്ങുന്നു. വൈദ്യുതി അവിടെ നമ്മൾക്ക് വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ തരുന്നതിനേക്കാളും കൂടുതലാണ് വൈദ്യുതിൻ്റെ നിരക്ക് അവിടെ. KSRTC എന്താ ഇരട്ടി പൈസയും മേടിക്കുന്നത്. ഇപ്പം ശബരിമല വാസ്തവം പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു വരുമാന സ്രോതസ്സാണ്, കറവപ്പശുവാണ്, കച്ചവട കേന്ദ്രമാക്കി മാറ്റുന്നു. അതുകൊണ്ട് ഇപ്പം പമ്പയിൽ നമ്മൾ പറഞ്ഞല്ലോ ഈ തുണികൾ ഒഴുക്കുന്നു, അത് 30 കോടി രൂപയ്ക്ക് എന്തോ കഴിഞ്ഞ വർഷം 30 കോടി രൂപയ്ക്ക് എന്തോ ലേലം ചെയ്ത് ഈ പഴയ തുണികളെ കളക്ട് ചെയ്യുക. ഇത് തന്നെയാണ് കളക്ട് ചെയ്ത് കർണാടകയിലോ ആന്ധ്രയിലോ മഹാരാഷ്ട്രയിലൊക്കെ പോയി വീണ്ടും പുതിയ വസ്ത്രങ്ങളായി വരുന്നത്. അപ്പം അതും അവർക്ക് ലാഭമാണ്. ഒരു ഭാഗത്ത് ഇത് അനാചാരമാണെന്ന് പറഞ്ഞ് ഇവരിതിനെ നമ്മുടെ മുമ്പിലൊക്കെ കാണിക്കുകയും, എന്നാൽ അതുപോലെ അനാചാരത്തെ പണ്ടാരോ പോലെ കരയിപ്പിക്കുക, ആ കണ്ണീരിനെ വിറ്റ് ഉപ്പാക്കി മാറ്റി വിൽക്കുന്ന ഒരു ശീലമുണ്ടല്ലോ. അപ്പം ഈ അനാചാരത്തിൻ്റെ പേരിൽ നടക്കുന്ന സംഭവങ്ങളെ പോലും വരുമാന മാർഗത്തിനായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് അവിടെ സേവാപ്രവർത്തനം, ഒരു പൈസയുടെ ചിലവില്ലാതെ സേവാപ്രവർത്തനം നടത്തിയിരുന്ന അയ്യപ്പ സേവാ സമാജത്തിനും അയ്യപ്പ സേവാ സംഘത്തിനുമുള്ള അവരുടെ സൗജന്യ കുടിവെള്ള സെൻ്ററുകളും അവരുടെ ഭക്ഷണശാലകളും ഒക്കെ പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കാത്തത്. എത്രയോ വർഷങ്ങളായി അവിടെ നടക്കുന്ന പുരാണ പാരായണം, സൗജന്യമായ പുരാണ പാരായണം, അവർക്ക് കിടക്കാനൊരു ഇടം കൊടുക്കുമായിരുന്നു ശബരിമലയിൽ. ഇപ്രാവശ്യം കൊടുത്തിട്ടില്ല. അത് എത്ര വർഷമായി? മാധ്യമങ്ങൾ മൊത്തം ഇപ്പം മേളിലോട്ടാക്കി, അവിടെയൊക്കെ ഇടിച്ചു നിരത്തി. അങ്ങനെ അത് ആരും പെട്ടെന്ന് രാജേഷ് ഇടിച്ചു നിരത്തിയെന്ന് പറയുമ്പോഴത്തേക്ക്
ഇത് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ? ശബരിമല ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഈ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും ഇതിന് ഉത്തരവാദിത്വമുള്ള ഏതെങ്കിലും കേന്ദ്രങ്ങളുമായി ഒരു ചർച്ച ചെയ്യുന്നുണ്ടോ? ഇവരെങ്ങനെ തീരുമാനമെടുക്കുന്നു? അതാണ് പ്രശ്നം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരനാണ്. തീർച്ചയായും. മനസ്സിലായോ? അദ്ദേഹം രാവിലെ രാഷ്ട്രീയക്കാരൻ ആയ സ്ഥിതിക്ക് സഞ്ചയനത്തിന് പോകും, മരണത്തിന് പോകും, കല്യാണത്തിന് പോകും, അമ്പലത്തിൽ പോകും, ഇങ്ങനെ പോവുകയാണ്. പക്ഷേ ക്ഷേത്രവിശുദ്ധി അതല്ല. ക്ഷേത്രവിശുദ്ധി അതിൻ്റെ പവിത്രമായ ഒരു സങ്കല്പമാണ്. അത് മനസ്സും ശരീരവും എല്ലാം അതിനുവേണ്ടി സമർപ്പിക്കപ്പെടേണ്ട ആളുകളാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് അറിയുന്ന ആളുകളോട് ചർച്ച ചെയ്യുന്നു. നമ്മുടെ ഹരിവരാസനം പ്രോജക്റ്റ് ചെങ്കോട്ടുകൊണ്ട് സ്വാമി അദ്ദേഹം എത്ര പവിത്രമായ സങ്കല്പത്തോടു കൂടിയാണ് കേരളത്തിലെ അറിയപ്പെടുന്ന തച്ചു ശാസ്ത്ര വിദഗ്ധന്മാരോടും എഞ്ചിനീയർമാരോടും കൂടിയാലോചിച്ചിട്ട് ആ പ്രോജക്റ്റ് തയ്യാറാക്കിയത്. എന്തുകൊണ്ട് അത് നടപ്പിലാക്കില്ല? വാസ്തവത്തിൽ നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ശബരിമലയിൽ കാണുന്ന ഈ ഫ്ലൈ ഓവറും ഇതൊന്നും കാണത്തില്ലായിരുന്നു. ഇന്ന് അയ്യപ്പന്റെ മുകളിൽ കൂടെ നമ്മൾ വരണത്. ഭഗവാൻ ഇരിക്കുന്നു, ഭഗവാന്റെ ഏകദേശം തലയ്ക്ക് സമാനമായ പൊക്കത്തിൽ കൂടിയാണ് നടന്ന് വരുന്നത് ഫ്ലൈ ഓവറിൽ കൂടി. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഭഗവാന്റെ തലയ്ക്ക് വേണ്ടി ചവിട്ടി വരിക? അപ്പം ഇനി കേരളത്തിൽ പോലീസുകാർക്ക് ഇനി എന്തായിരിക്കും അവർക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ശിക്ഷ? അല്ലെങ്കിൽ അയ്യപ്പ കോപം ഉണ്ടാവുമോ, അതോ ഇനി സർക്കാർ അവർ ഈ കോപമെല്ലാം മാറ്റുമോ? അയ്യപ്പ കോപം ഉണ്ടാകുമെന്നുള്ളതിന് അവർ മനസ്സാലെങ്കിലും പ്രായച്ചിത്തം ചെയ്തില്ലെങ്കിൽ അയ്യപ്പ കോപം ഉണ്ടാകും. എനിക്ക് ആരോട് വ്യക്തിപരമായ വൈരാഗ്യമൊന്നുമില്ല. പക്ഷേ ആ ആചാര ലംഘനം നടത്തിയ പോലീസുകാരെ വ്യക്തിപരമായിട്ടെങ്കിലും അതിനോടൊരു ചെയ്തില്ലെങ്കിൽ, പ്രായച്ചിത്തം ചെയ്തില്ലെങ്കിൽ അവർക്കത് ഉണ്ടാവും തന്നെയാണ്. ഗവൺമെന്റ് ഒരിക്കലും അവർക്ക് ഇനി ഒരു ഇത് കൊടുക്കാൻ തയ്യാറല്ല. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പരമാവധി പണിഷ്മെന്റ് ഇത് തന്നെയാണ്, ട്രെയിനിങ്ങിന് അയക്കുക. അല്ല, കഴിഞ്ഞ തവണ ADGP ശ്രീ സാറ് മുന്നിൽ നിന്ന് കരഞ്ഞതുപോലെയെങ്കിലും ഇവർ കരയും. അത് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു പശ്ചാത്താപ കാര്യമാണ്. പശ്ചാത്താപം രണ്ട് രീതിയിലാണ് ഞാൻ കാണുന്നത്. അതിനെ പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ, പ്രായശ്ചിത്തം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി ആരും ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അല്പം കൂടെ കാര്യമായി ശബരിമലയെ നോക്കിക്കാണണം. അതെ, തീർച്ചയായിട്ടും ഗൗരവതരമായി കാണണം. ഇത് രസം മറ്റ് ഇതര മതസ്ഥർക്കൊന്നും ഇത് അനുഭവപ്പെടുന്നില്ല. അതെ, അവരുടെ ദേവാലയങ്ങൾ, അവരുടെ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം പവിത്രമായി സൂക്ഷിക്കപ്പെടും. അവിടെ ബാഹ്യ ഇടപെടൽ ഉണ്ടാവുന്നില്ല. അവിടെയൊന്നും ഇത്തരത്തിലുള്ള ഒരു ആചാര ലംഘനവും നടക്കുന്നില്ല. അവർക്ക് അറിയാനും കഴിയില്ല. ഹിന്ദു ക്ഷേത്രങ്ങൾ, ഹിന്ദു ആചാര കേന്ദ്രങ്ങൾ മാത്രമാണ് നിരന്തരം ഇങ്ങനെ ചവിട്ടി മെതിക്കപ്പെടുന്നത്, നിരന്തരമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പം ഗുരുവായൂർ, നമ്മുടെ തൃശ്ശൂർ പൂരം, ആനകൾ 3 മീറ്റർ അകലത്തിൽ നിൽക്കണം, ആനയുടെ 100 മീറ്റർ അപ്പുറത്തെ ആളുകൾ നിൽക്കാവൂ. അപ്പം കോടതി ഇടപെടലുകൾ പോലും പലപ്പോഴും ഹിന്ദു വിശ്വാസത്തിൻ്റെയും ആചാര അനുഷ്ഠാനങ്ങളുടെയും എതിരായി വരുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഇതര മതസ്ഥാപനങ്ങളുടെ കാര്യങ്ങളിൽ ഇത് വരുന്നില്ല? കോടതി ഇടപെടലുകളും വരുന്നില്ല. അപ്പം എല്ലാ രംഗത്തും നോക്കണം. പാർലമെൻ്ററി ആണെങ്കിലും ജുഡീഷ്യറി ആണെങ്കിലും പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് ആണെങ്കിലും ഒക്കെ ഭരിക്കാൻ ശ്രമിക്കുന്നത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമാണ്. ഏതായാലും ഇത്തരം ആചാര ലംഘനങ്ങൾ ഇനി നടക്കാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നടന്നുകൊണ്ടേയിരിക്കും, നടക്കും ഇത്. കാരണം വിശ്വാസമില്ലാത്തൊരു ഗവൺമെൻറ്, വിശ്വാസമില്ലാത്തൊരു ഭരണകൂടം എവിടെയാണോ, അത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല, ഏത് ആരാധനാ കേന്ദ്രങ്ങളുടെയും ചുമതല അതുമായി ബന്ധപ്പെട്ട് വിശ്വാസമില്ലാത്തവരാണ് നയിക്കുന്നത് എങ്കിൽ ഇവിടെ ആചാര ലംഘനം നടക്കും. പക്ഷെ ഇതര മതസ്ഥരുടെ ഈശ്വരാധീനം കൊണ്ട് അവർക്ക് അവരുടെ ക്ഷേത്രങ്ങൾ, അവരുടെ പള്ളികളോ അല്ലെങ്കിൽ ആരാധനാ സ്ഥലങ്ങൾ നിയന്ത്രിക്കാനും ഭരിക്കുവാനുമുള്ള ചുമതല അവർക്ക് തന്നെയാണ്. അവരിൽ തന്നെ നിക്ഷിപ്തമായതുകൊണ്ട് ഇത് നടക്കാൻ സാധ്യതയില്ല.